സ്കാം നടക്കുന്നതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം, വൺ ഓഫ് ദി ഡേഞ്ചറസ് ലീഗൽ ആപ്പ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്താൽ തന്നെ പകുതി സ്കാംസ് കുറയും. ഈ വീഡിയോ ഒരു ഇൻഫോർമേഷൻ വീഡിയോ അല്ല, ഒരു വാർണിംഗ് ആണ്. ഇന്ന് മോർണിംഗ് ടെലഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന്റെ നെയിം നോക്കിയപ്പോൾ ബിറ്റ്കോയിൻ മണി ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ആ ഗ്രൂപ്പിൽ കണ്ട കാര്യം വളരെ ഷോക്കിംഗ് ആയി. ഒരു കാര്യം മനസ്സിലായി, ടെലഗ്രാം ഒരു സ്കാം ഹബ്ബായി മാറിയിരിക്കുന്നു. മൂവി ഡൗൺലോഡ് ഗ്രൂപ്പ്, ജോബ് ഗ്രൂപ്പ്, സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമൺ പീപ്പിൾസിനെ അട്രാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കാമേഴ്സ് ഇത് ബൈബാക്ക് ചെയ്യും. പിന്നെ ഗ്രൂപ്പിന്റെ നെയിം മാറ്റി ക്രിപ്റ്റോ, ഫോറക്സ്, ബൈനറി എന്നൊക്കെ ആക്കിക്കൊണ്ട് സ്കാംസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നസെന്റ് ആൾക്കാരുടെ ഇമോഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പണം തട്ടലാണ്. ഇനി ഇവരെങ്ങനെയാണ് നമ്മളെ സ്കാം ചെയ്യുന്ന ഓരോ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. ടെലഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ നമ്മളെ അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തുകൊണ്ടുമാണ് ഇവർ സ്കാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഗ്രൂപ്പ്സിനകത്ത് ഫേക്ക് റിവ്യൂസ്, നല്ല ആളാണ്, ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും, കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഫേക്ക് റിവ്യൂസ്. Hi guys, I invested 2000 rupees with Federico Montella and he have win bet worth rupees of 30,000 rupees. Federico Montella is a very good person. You should trust him and he is a very helpful person. Thank you, Federico Montella. അതോടൊപ്പം തന്നെ ഫാബ്രിക്കേറ്റഡ് ചാറ്റ്സ്. ഈ ഒരു ഫാബ്രിക്കേറ്റഡ് ചാറ്റ്സിനകത്ത് കോമൺലി ഇമോഷൻസ് ആണ് അവരവിടെ കാണിക്കുന്നത്. ഇതൊന്നുമല്ലാതെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഏറ്റവും സി. 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് 15000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% നിങ്ങൾ സ്കാമിൽ പെട്ടുപോകും. ഇനി ഡിപ്പോസിറ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല, ബ്രോക്ക് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ബേസിക് പ്ലാൻ ആയിട്ടുള്ള 1000-ഓ 2000-ഓ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റ്സ് നമ്മുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് തരും. അപ്പം എമൗണ്ട് തിരിച്ച് കിട്ടുന്നു എന്ന് കാണുമ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഒരു ബിഗ് എമൗണ്ട് ആയിട്ടുള്ള 50,000-ഓ 1 lakh-ഓ ഒക്കെ ആയിരിക്കും അവർ നമ്മളോട് ചോദിക്കുക. 1 മണിക്കൂർ കൊണ്ട് തിരിച്ച് കിട്ടുമല്ലോ എന്നോർത്ത് ക്യാഷ് റോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തും ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. സംഭവം ഈ ഒരു സ്കാമർ ഒരു ഇന്റലിജന്റ് മണ്ടനാണ്. ഇവനുമായിട്ടൊന്ന് ചാറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ആദ്യം ഏത് അസറ്റ് ക്ലാസ്സിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ബിറ്റ്കോയിൻ, ഫോറക്സ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ബിറ്റ്കോയിൻ ക്രിപ്റ്റോ ആണെങ്കിൽ പോലും ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്രോക്കർ നെയിം ചോദിച്ചപ്പോൾ വി വർക്ക് ഫോർ അവർ സെൽഫ് എന്നാണ് പറഞ്ഞത്. അപ്പം സ്വന്തമായിട്ടുള്ള ബ്രോക്കർ ഫേം ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രോക്കറുടെ നെയിം എന്താണെന്ന് ചോദിച്ചപ്പോൾ മനീഷ്. ഒരു കയ്യബദ്ധം, മനീഷ് എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇവർ പിന്നെയും നമ്മളെ ഇങ്ങനെ സ്കാം ചെയ്യുന്നത്. സ്കാമേഴ്സ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ട് അർജൻസി ക്രിയേറ്റ് ചെയ്യും. ബ്രോ, ബിറ്റ്കോയിൻ ഇപ്പോൾ പമ്പ് ആവും, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% റിട്ടേൺ തരാമെന്നൊക്കെ പറഞ്ഞ് അർജൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാനിക്കാവും, ഇൻവെസ്റ്റ് ചെയ്യും, ലാസ്റ്റ് പെട്ടുപോകും. നെക്സ്റ്റ് ഫേക്ക് ആയിട്ട് അവർ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യും. ലൈസൻസോ വെബ്സൈറ്റോ ഡീറ്റെയിൽസോ ഒന്നുമില്ലാതെ മനീഷ് എന്നൊക്കെ പറയുന്ന ബ്രോക്കേഴ്സിനെ വെച്ചുകൊണ്ട് അവർ നമ്മളെ പറ്റും. നെക്സ്റ്റ് ഒരു ഇമോഷണൽ ട്രാപ്പാണ്. ബ്രോ, എന്നെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മില്യണയർ ആകാൻ പറ്റും, ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഫാബ്രിക്കേറ്റഡ് ഇമോഷണൽ ചാറ്റ്സ് കാണിച്ചും നമ്മളെ വരയിലാക്കും. നെക്സ്റ്റ് ഒരു GST വിഡ്രോവൽ ഫീസ് നമുക്ക് അവർ കാണിച്ചു തരും. നമ്മളൊരു കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ കൃത്യമായിട്ടൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ബില്ല് ജനറേറ്റ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നും ഇതിനകത്തുനിന്ന് GST ആയിട്ട് 2800, എക്സാമ്പിൾ ആയിട്ട് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾക്കാണ് ഈ ഒരു ബില്ല് വന്നിട്ടുള്ളത്. ഇത്രയും എമൗണ്ട് കൊടുത്തയാൾ എന്തായാലും ഈ ഒരു GST എമൗണ്ട് കൂടി കൊടുക്കുമെന്ന് അവർക്കറിയാം. നെക്സ്റ്റ് ഫേക്ക് പ്രോമിസസ് ആണ്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി പ്രോഫിറ്റ്സ് പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്യാമെന്നൊക്കെ ഇവർ നമ്മളെ പറഞ്ഞ് പറ്റിക്കും. ക്യാഷ് എത്ര സെൻഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെറിയ എമൗണ്ടിൽ 1000-ലോ 500-ലോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലാർജ് എമൗണ്ടിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇനി റിയാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രോക്കേഴ്സ് ഒന്നും റെഗുലേറ്റഡ് അല്ലാതെ വർക്ക് ചെയ്യുന്നില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ബ്രോക്കേഴ്സ് സെബി രജിസ്റ്റേർഡ് ആണ്. ഫോറക്സിലാണെങ്കിൽ ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് ലീഗലി വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലീഗലായിട്ടുള്ള ബ്രോക്കേഴ്സിന് കൃത്യമായിട്ട് വെബ്സൈറ്റും ലൈസൻസും കസ്റ്റമർ കെയർ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ മനീഷ് എന്നൊക്കെ പറയുന്ന ബ്രോക്കേഴ്സിനെ സെർച്ച് ചെയ്ത് ലൈസൻസും കാര്യങ്ങളും ഒന്നും കാണാതെ ഡയറക്റ്റ്ലി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കും. റിയൽ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് ഹ്യൂജ് പ്രോഫിറ്റ്സ്, അതും വിത്തിൻ 1 or 2 hours ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലിറ്ററലി പോസിബിൾ അല്ല. വാൾ സ്ട്രീറ്റിലെ 10-20 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിൻ്റെ ആവറേജ് ഇയർലി റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വെറും 50-60% ആണ്. ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സാണ് സ്കാമേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. കൊറോണയ്ക്ക് ശേഷം ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഈസി മണി ഓഫർ ചെയ്തുകൊണ്ട് സ്കാമേഴ്സ് ഇപ്പോൾ ട്രേഡിംഗ് സെക്ടറിലും ഇറങ്ങിയിട്ടുണ്ട്.
ബട്ട് ട്രേഡിംഗ് എന്നല്ല, ഏത് സെക്ടറിലാണെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും എഫോർട്ട് എടുത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് മില്യണേഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് 5 or 10 കൊടുത്ത് റിച്ച് ആവാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോയി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്നോളജീസ് ആൻഡ് സോഷ്യൽ മീഡിയാസിനെ പറ്റി അവെയർ അല്ലാത്ത പ്രായമായ ആൾക്കാരെയാണ് സ്കാമേഴ്സ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ ലവ്ഡ് വൺസിനോ വരാതിരിക്കാൻ ഈ ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.